എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ കൊറോണയൊക്കെ അല്ലേ, അപ്പോൾ കൊറോണയുടെ അതേ ഷേപ്പിലുള്ള ഒരു കൊറോണ ഫ്രൈ ആണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ എല്ലാവരും വീട്ടിൽ വെറുതെ ഒക്കെ ഇരിക്കല്ലേ, അപ്പോൾ എല്ലാവർക്കും സമയം എടുത്ത് കുറച്ച് ഇതിൽ ചെയ്യാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് കൂടിയാണിത്, കൊറോണ ഫ്രൈ. അപ്പോൾ നമുക്ക് കൊറോണ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് ചെറുതായി നുറുക്കിയത്, ഇഞ്ചിയും പച്ചമുളകും, ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ, ഇതൊക്കെ കാബേജ്, അതുകൂടെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വേഗം തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് അല്പം മസാലകൾ കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും മതി. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, കുറച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണിത്, അതുകൂടെ നമുക്കിതിലേക്ക് ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് തന്നെ അല്പം മല്ലിയില കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. അല്പം കായപ്പൊടി, അല്പം മതി കേട്ടോ, അധികമൊന്നും വേണ്ട. കുറച്ച് ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കണം. നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് അത് ഇട്ട് കൊടുക്കാം. അധികം ലൂസൊന്നുമില്ല, ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ആ ഒരു നനവ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് ക്രംസ് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുക. ഇനി അത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇപ്പം നല്ല പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് ആക്കിയിട്ട് നമുക്കിനി ഇതിനെ ബോൾസ് ആക്കി മാറ്റി വെക്കാം. ഇപ്പം നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതുപോലെ ബോൾസാക്കി വെക്കാം. ബോൾസാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. എന്നിട്ട് ഇത് മുക്കി പൊരിക്കാനുള്ള കൂട്ട് റെഡിയാക്കി എടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു ബൗളിൽ ഞാനൊരു അര കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, അല്പം കായപ്പൊടി, അല്പം മതി കേട്ടോ, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. മുക്കി പൊരിക്കാൻ പാകത്തിനുള്ള കണക്കിന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കൂട്ടുണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം വരുന്നത്. ഇതാണ് നമ്മുടെ കൊറോണയുടെ കയ്യും കാലൊക്കെ. ഇത് കോളിഫ്ലവർ ആണ്. കോളിഫ്ലവറിനെ കുറച്ച് നീളത്തിൽ ഇങ്ങനെ ചെറിയ പീസ് ആക്കി കട്ട് ചെയ്തെടുത്തതാണ്. ഇതിനെ നമുക്ക് ഈ വെജിറ്റബിൾ ബോളിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തി വയ്ക്കാം. നമ്മൾ വെജിറ്റബിൾ ബോളാക്കി വെച്ചിട്ടില്ലേ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ കോളിഫ്ലവറിനെ ഇതുപോലെ കുത്തി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ കൈയും കാലൊക്കെ റെഡിയായി. ഇനി ഇതുപോലെ ആക്കിയിട്ട് നമ്മുടെ മാവിൽ മുക്കിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കൂട്ടെടുക്കുക. അതിലേക്ക് നമ്മളെ മസാല
ബോൾ മിക്സ് ചെയ്യുക, ഫ്രൈ ചെയ്യാനിടുക. ഒരു 3 എണ്ണം ഇട്ട് നമുക്കിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ. നമുക്കിപ്പോൾ മോൾ ഭാഗം മാത്രമേ വെന്ത് കിട്ടാനുള്ളൂ, ബാക്കിയൊക്കെ നമ്മളുടെ വെജിറ്റബിൾസ് ഒക്കെ വെന്തതാണ്. സാവധാനം വേണം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ കൊറോണ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കൊറോണ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്.